പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 17-ാം തിരുവചനം. ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു. ശിക്ഷണങ്ങൾ സ്വീകരിക്കുന്നത് ഒരു നാണക്കേടായി കാണുന്നവരായിരിക്കാം നമ്മളിൽ പലരും. എന്നാൽ കർത്താവിൽ നിന്നും സ്വീകരിക്കുന്ന ശിക്ഷണങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ വെട്ടിയൊരുക്കുവാൻ ഉതകുന്നതാണ്. ഈ ശിക്ഷണത്തോടുള്ള ആഗ്രഹമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് കർത്താവ് നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്ക് പഠനത്തോട് ഗൗരവം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ശിക്ഷണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. അത് അവരെ തളർത്തുവാനല്ല, വളർത്തുവാനാണ്. നമ്മിലും കർത്താവിൻ്റെ ജ്ഞാനം ഫലം ചൂടുവാനും നമുക്ക് അവിടുത്തെ ശിക്ഷണങ്ങളെ എളിമയോടെ സ്വീകരിക്കുന്നവരായി മാറാം. ഈ തിരുവചനം കേൾക്കുന്നവരിൽ ഈശോയുടെ ശിക്ഷണത്തോടുള്ള വിധേയത്വവും ആഗ്രഹവും ജനിക്കട്ടെ. ഇന്നേ ദിനം നമ്മുടെ കുടുംബങ്ങളെ, വ്യക്തിജീവിതങ്ങളെ, പ്രതിസന്ധികളെ ദിവ്യകാരുണ്യ സന്നിധിയിൽ കൊടുക്കാം. നമ്മളെ ശിക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന, നമ്മളെ നേർവഴിക്ക് നടത്തുന്ന കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർക്കാം. ആ സ്നേഹത്താൽ നമ്മുടെ കുടുംബങ്ങളും വ്യക്തിജീവിതങ്ങളും നിറയട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.